തള്ളു തള്ളു പന്നാസു വണ്ടി തള്ളു 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 തള്ളി തല്ലിപ്പൊള്ളി ഈ തല്ലി കടുവ പെട്ടി നമ്മുടെ പെട്ടി കുരുവി പെട്ടി ചോട്ടില്ല കടുവ പെട്ടി നമ്മുടെ പെട്ടി അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാമോരോന്നായി ഒരു രൂപ നോട്ടു കൊടുത്ത ഒരു ലക്ഷം കൂടെ പോരും. മലയാള സിനിമയിൽ മുടിയനാപുത്രന് ശേഷം അടൂർ ബാസിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ സിദ്ധി കണ്ടറിഞ്ഞ് ഒരുപാട് ഡയറക്ടേഴ്സ് അദ്ദേഹത്തെ തിരക്കി വരുമായിരുന്നു. ഹാസ്യത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം പിന്നീട് ആ നാടകത്തിൻ്റെ ആ പരമ്പരാഗത സിദ്ധികളിൽ നിന്ന് മാറി സിനിമയുടെ ഒരു പ്രത്യേക രീതിയിൽ അടൂർ ബാസി വളർന്നു കഴിഞ്ഞു. അദ്ദേഹം തന്നെ സ്വയം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന പാട്ടും ആദ്യകിരണങ്ങൾ എന്നൊരു സിനിമയുണ്ട്. ആദ്യകിരണങ്ങൾ സിനിമയിൽ ഇദ്ദേഹം ഒരു കവിയാണ്. ആരെ കണ്ടാലും അന്നേരം പാടും. ആനച്ചാൽ ചന്തയിൽ നടക്കുന്ന ഒരു കഥയാണ്, പാറപ്പുറത്തിൻ്റെ കഥ. ആ ചന്തയെപ്പറ്റി നാട്ടുകാരെ പറ്റി എല്ലാം നിമിഷം കൊണ്ട് കവിത എഴുതും. അദ്ദേഹം തന്നെ കെ രാഘവമാസ്റ്റർ ആണെങ്കിൽ പോലും ഈ അദ്ദേഹം പാടുന്ന കവിതകളിൽ ട്യൂൺ ചെയ്യുന്ന മൊത്തം അടൂർ ബാസി തന്നെയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു നടൻ പാടി അഭിനയിക്കുന്നത് അടൂർ ബാസിയാണ്. പിന്നീട് ഒരുപാട് സിനിമകൾ പാടി. തള്ളു 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 തല്ലിപ്പൊളി വണ്ടി തള്ളു തള്ളു പന്നാസു വണ്ടി തള്ളു 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 തള്ളി തല്ലിപ്പൊള്ളി ഈ തല്ലിപ്പൊള്ളി വണ്ടി അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാമോരോന്ന് അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാമോരോന്നായി അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാമോരോന്നായി. പിന്നെ ലോട്ടറി ടിക്കറ്റ് എന്ന സിനിമയുടെ ലോട്ടറി വിൽക്കുന്ന ഒരാളായിട്ടാണ്. ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ പോരും. ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ പോരും. ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ പോരും. അങ്ങനെ പാട്ട് ലോട്ടറി കച്ചവടക്കാർ കുറേ നാൾ മൈക്കിൽ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. പിന്നീട് ഒരു പാട്ടുണ്ട്, ഈ സ്ഥാനാർത്ഥി സാറാമ്മ എന്ന സിനിമയിൽ അദ്ദേഹം ഈ ഇലക്ഷൻ പ്രചരണത്തിന് എല്ലാ പാർട്ടി വിളിച്ചാലും പോകും, പാടാൻ പോകും. എതിർ പാർട്ടി വിളിച്ചാലും പോകും. അപ്പം ആ പാട്ട് പാരഡി ഉണ്ടാക്കും. കടുവാ പെട്ടി നമ്മുടെ പെട്ടി, അത് ഇപ്പുറത്ത് പാടും. ഇപ്പുറത്ത് കുരുവി പെട്ടി നമ്മുടെ പെട്ടി എങ്ങനെ പാടും. കടുവ പെട്ടി നമ്മുടെ പെട്ടി കുരുവി പെട്ടി ചോട്ടില്ല കടുവ പെട്ടി നമ്മുടെ പെട്ടി കുരുവി പെട്ടി ചോട്ടില്ല ഓട്ടില്ല ഓട്ടില്ല ഓട്ടില്ല. മധുരം മലയാളം പ്രദേശ് ചാനല് നിങ്ങൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ അവതരിപ്പിക്കുന്ന സെല്ലിലോയിഡ് കണ്ട് നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാര്യം ഇത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു കോമഡി കലാകാരനായ സജി മുഖത്തില ചെയ്യുന്നൊരു പുതിയ വെബ് സീരീസ് ഞങ്ങൾ അടുത്ത എപ്പിസോഡ് മുതൽ അവതരിപ്പിക്കുകയാണ്. സെല്ലുലോയിഡിന് പുറമെയാണ് ഈ കോമഡി വെബ് സീരീസ്. അത് സജി മുഖത്തലയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ കോമഡി സീരീസ് ആനുകാലിക പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്ന പല കഥാപാത്രങ്ങളുടെ ഒരു കാരിക്കേച്ചർ തന്നെയായിരിക്കും. അത് കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടാവണം. എന്നും മധുരം മലയാളത്തിൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകളും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ സജി മുഖത്തലയാണ്. മധുരം മലയാളം പ്രദേശ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ കോമഡി പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ രചനയും സംവിധാനമൊക്കെ ഞാനാണ് ചെയ്തിരിക്കുന്നത്. കൊച്ചു ചെറിയ തമാശകളും എന്നാൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒട്ടനവധി വലിയ വലിയ കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളിത് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ അഭിപ്രായവും നിർദ്ദേശവും പ്രത്യേകം അറിയിക്കണം. ഓക്കെ, ബൈ ബൈ. പിന്നെ ഇന്ന സ്ഥലത്ത് വിമാനത്താവളം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് പാരഡി ഗാനങ്ങളുടെ സ്ഥാനാർത്ഥി സാറാമ്മ
സിനിമയുടെ വിജയത്തിന് ഒരു മുഖ്യ ഘടകമായിരുന്നു അടൂർ ബാസിയുടെ ഗാനാലാപനം. അത് അദ്ദേഹത്തിന് വേറെ രീതിയാണ്. അങ്ങനെ ഹാസ്യത്തിൻ്റെ രീതിയിൽ പാട്ടുകാരനായും എന്ന് വേണ്ട അദ്ദേഹം ഹാസ്യത്തിൻ്റെ മേഖലകളിൽ അടൂർ ബാസി ബഹദൂർ ജോഡികൾ. ശശികുമാർ സാറിൻ്റെ എല്ലാ സിനിമകളിലും ഇവരുണ്ട്. അടൂർ ബാസി, ബഹദൂർ, സാധന, ശ്രീലത, ഈ ടീമുണ്ട്. അന്ന് തിരക്കഥ എസ്.എൽ. പുരമാണെങ്കിൽ തോപ്പിൽ ബാസി ആണെങ്കിലും കഥാപാത്രത്തിൻ്റെ സൈഡിൽ ചേർന്ന് നായകൻ്റെ കൂടെ ചേർന്ന റോൾ ഇദ്ദേഹത്തിന് എഴുതും. പക്ഷേ കോമഡി സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു അന്തർനാടകം പോലെ അതിനകത്ത് ഈ മെയിൻ കഥാപാത്രത്തോട് ചേർന്ന് പോകുന്ന ഒരു അടൂർ ബാസിയാണ് അത് മിക്കതും ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും സാഹിത്യ വാസന, പക്ഷെ അദ്ദേഹം ബുക്കുകളൊന്നും വായിച്ചിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് എഴുതാനും പാടാനുള്ള കഴിവുണ്ടായിരുന്നു. നിമിഷം നേരം കൊണ്ട് കോമഡി ഉണ്ടാക്കും, അഭിനയിക്കും. അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹാസ്യ വേഷം അടൂർ ബാസി ബഹദൂർ ജോഡികളിലൂടെ മലയാള സിനിമ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമയിലും. അങ്ങനെ അദ്ദേഹം ആ കോമഡി സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വ്യത്യസ്തതയാർന്ന റോളുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതാണ് ലക്ഷപ്രഭുവിലെ ആ കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ലക്ഷപ്രഭു എന്ന കഥാപാത്രത്തിൽ കൊല്ലത്തെ ജനറൽ പീഷ്യസ് രവി മുതലാളി എടുത്ത ചിത്രമാണ്. അത് പ്രാരാബ്ധം നിറഞ്ഞ കുടുംബം, ഒരുപാട് മക്കൾ, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് കടപ്പുറത്ത് എത്തിയിരിക്കുമായിരുന്നു. കടപ്പുറത്ത് അങ്ങനെ ഇപ്പം കാണും ഏതോ ഒരു കള്ളക്കടത്ത് സംഘം കടലിൽ കസ്റ്റംസുകാരെ വെട്ടിച്ച് പോടുകയും നമുക്ക് ഭയങ്കര വെടിപൊട്ടി പേടിച്ച് അത് വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. മാറി നിന്നപ്പം പോലീസും ഒട്ടാൾ അവരും ഓടിപ്പോകുന്ന ഒരു പെട്ടി വന്ന് ഇദ്ദേഹം ഇരിക്കുന്ന പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് വന്ന് വീഴുകയാണ്. ഇദ്ദേഹം തൽക്കാലം കുറേ നേരം നോക്കിയതിന് ശബ്ദമൊന്നുമില്ല. നോക്കി പെട്ടി വീട്ടിൽ കൊണ്ട് തുറന്നു നോക്കുമ്പോൾ അതായത് സ്വർണ്ണ ബാറുകളാണ്. ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന് അങ്ങനെ അദ്ദേഹം കുറേയൊക്കെ വിറ്റ് അദ്ദേഹം പണക്കാരനാവുന്നത് പ്രേംനസീർ ഷീലൊക്കെ ഉള്ള കഥാപാത്രമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പണക്കാരനാവുന്നതും അതിൻ്റെ ചുവട് പിടിച്ചുള്ള ഒരു ഹാസ്യ ആത്മകമായ ചിത്രീകരണമായിരുന്നു. അങ്ങനെ അത് അവസാനം ഇദ്ദേഹം ഈ ഒരു ദിവസം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ പിള്ളേർ കളിക്കുക, സ്വർണ്ണ കെട്ടുവെച്ച് കളിക്കുക, സറ്റേറാണത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ അപകടമാണെന്ന് മനസ്സിലാവുകയും അവസാനം ഈ സ്വർണ്ണക്കെട്ടുകളെല്ലാം നിയമത്തിൻ്റെ പരീക്ഷയിൽ കസ്റ്റംസിന് പോലീസിനെ തിരിച്ചേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം വ്യത്യസ്തങ്ങളായ ഭാവാഭിനയം പ്രകടിപ്പിച്ച റോളായിരുന്നു. അപ്പോൾ അത് ഹാസ്യ ചക്രവർത്തി മാത്രമായിരുന്നില്ല. നടന്നിരിക്കും. ഒടുവിൽ അവന്മാരെല്ലാം രക്ഷപ്പെട്ടു. എന്റെ കാര്യം വലിയോ അപകടത്തിലായത്. അവരൊക്കെ ഇപ്പൊ നല്ല നിലയില. എന്റെ മോളുടെ പാർട്ടി ചിരിയുണ്ടോ നാളെ? അച്ഛൻ അറിഞ്ഞില്ലേ? വഴിയിലൊക്കെ ഞാൻ നോട്ടീസ് കണ്ടു. എന്തോ കിട്ടും എന്ന് ഞാൻ നോക്കാതെ എനിക്ക് വല്ലതും തോന്നും. എന്റെ ശാന്തമ്മയ്ക്ക് ഒരു മാലയല്ല 9 മാല ഞാൻ മാറ്റി. നിങ്ങൾ എന്താ അവളെ വിളിച്ചത്? പ്രിയെന്നോ? അവൾ ആരാ? നിങ്ങളുടെ കെട്ടിയളാണോ? അവളുടെ പേര് പ്രിയ. പ്രിയ എന്ന് വിളിച്ചാൽ പിന്നെ മറിയെന്ന് വിളിക്കാനൊക്കെ എന്റെ പ്രിയെ. അതുപോലെ KS സേതുമാധവൻ സാറിൻ്റെ സിനിമ എടുക്കുവാണെങ്കിൽ അടൂർ ബാസിയുടെ വേറൊരു കരിയർ ഗ്രാഫാണ് അദ്ദേഹം. പുനർജന്മ സിനിമയിൽ തൻ്റെ മകള് ഗർഭിണിയാവുന്നില്ലെന്നാണ് വിഷമിച്ച് മരുമകൾക്ക് ഉപദേശിക്കുന്നതൊക്കെ ചെയ്യുന്ന നിസ്സഹായന ഒരു അച്ഛൻ്റെ വേഷം അദ്ദേഹം ശരിക്കും നല്ലവണ്ണം അവതരിപ്പിച്ചിട്ടുണ്ട്. രാധയുടെ ഒരു കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ കാലമുണ്ടായാലേ ദീർഘകാലത്തെ എന്റെ ഏകാന്തത അവസാനിക്കും. പിള്ളേരെ പോലെ ആകാമോ പ്രൊഫസർ? അങ്ങനെ ഇത്ര ഇടുങ്ങിയ മനസ്സിലാക്കണം. അത് സാറിന്റെ ഒരു വലിയ മനസ്ഥിതി. പിന്നെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അയാൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. വിവാഹം സാധ്യമല്ലെന്നും മേലാൽ ഇവിടെ വരരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ശശിയെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. എനിക്കെല്ലാം മനസ്സിലായിടും. തന്നെപ്പോലെ ഒരു നീചനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. വിദ്യാഭ്യാസമുള്ള താൻ എന്തിനെന്ന് മോളെ ചതിച്ചു. ഒരു കുഞ്ഞുകാരെ കാണാൻ ആഗ്രഹിച്ചത് എന്നെ താൻ ചതിച്ചില്ലേ? മറുത്തടിക്ക് തുല്യനായ താൻ എന്തിനു പറഞ്ഞു? എനിക്കറിയാവുന്നത് ഇത്രയൊക്കെയാണ്. ഇനി ഒരു മനഃശാസ്ത്രത്തിനെ കാണാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് വന്നത്. അതേ കണക്ക് ചട്ടക്കാരി സിനിമ, അതായത് സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമയാണ് ചട്ടക്കാരി. ചട്ടക്കാരി എഞ്ചിൻ ഡ്രൈവറാണ്. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ കഥാപാത്രമാണ് അദ്ദേഹം. നായികയുടെ അച്ഛനാണ് അദ്ദേഹം. അമിതമായിട്ട് സന്തോഷം വരുമ്പോൾ പറയും, സന്തോഷം ഒന്ന് ആഘോഷിക്കണ്ടേ, ഒരു പെഗ് കൊഴിക്കാം.
ഇനി ദുഃഖം വരുമ്പോൾ പറയും ഈ ദുഃഖം ഒന്ന് അലിയിച്ചു തീർക്കണ്ടേ, അപ്പോഴും ഒരു പെഗ്. എന്തിനും ഒരു നായകൻ പെഗ് കഴിക്കുന്ന ആ ഒരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറിനെ ആ വേഷപ്പകർച്ച മലയാളിയോട് ഒരിക്കലും മറക്കത്തില്ല. അത് ഹിന്ദിയിൽ അഭിനയിച്ചപ്പോൾ ആ നടൻ ഈ ചട്ടക്കാരിയുടെ മലയാളം കണ്ടിട്ട് പറഞ്ഞ് ഇതൊരു അസാധാരണ നടനാണ്, ഇദ്ദേഹം വേറെ നാട്ടിലോ ജനിച്ചെനിക്ക് വളരെ പേരെടുത്തനെന്നാണ് പറഞ്ഞത്. ഗുഡ് ബൈ. എന്താ ഡാഡി കാലത്ത്? അതെ, ജോലി കഴിഞ്ഞ ക്ഷീണം കൊണ്ട് കുടിച്ചു പോയതാ മോളെ. പിന്നെ ജോലിക്ക് പോകുമ്പോഴും കുടിക്കും? അത് ജോലിക്ക് പോകാനുള്ള ഉത്സാഹം കൊണ്ട് കുടിക്കുന്ന മോളെ. ആ, അങ്ങനെ അത്യാഹിതം സംഭവിക്കാതിരിക്കാൻ സിഗ്നൽ മാൻ കുടിക്കാതിരുന്നാ മതി. ജോലി, ഞാൻ റെയിൽവേ യാർഡിൽ നടന്നു വരുമ്പോ ലിസൺ, കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഐ വാസ് അണ്ടർ ദി കാർ. അങ്ങ് പിണങ്ങി പോയാലോ? ഞാൻ 2 ദിവസത്തെ അവധിയെടുത്ത് ഇവിടെ തന്നെ താമസിച്ച് ആ കാർ നന്നാക്കിട്ട് എന്നെ മേക്കാര്യം. അടുത്ത തവണ ക്രിസ്മസിന് പള്ളിയിൽ പോകുന്നത് ഈ കാറിലായിരിക്കും, പ്രോമിസ്. അങ്ങനെ അഭിനയത്തിന്റെ ഏത് രീതിയിലും അതേ ധർമ്മയുദ്ധം എന്നൊരു വിൻസെന്റ് മാസ്റ്ററുടെ തകർന്ന കോവിലകത്തിനെ നോക്കി നിസ്സഹായമായി നെടുവീർപ്പെടുന്ന അദ്ദേഹം പട്ടിണി മാറ്റാൻ വേണ്ടി ഒരു കോവില തമ്പര റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന VT നന്ദകുമാറിന്റെ ഒരു കഥാപാത്രമാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ ഇനി വേറൊന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം, ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ. ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മാറ്റം വേണമെന്ന് തോന്നിയിട്ടാണ് ജോൺ അബ്രഹാം അദ്ദേഹത്തിന് സമീപിച്ചു. അദ്ദേഹം പൂർണ്ണമായി സമ്മതം മൂടി. അങ്ങനെ മാനസിക വിഭ്രാന്തിപ്പെട്ട് അതിനകത്തൊരു കോമഡി കഥയും കൊണ്ട് അതുകൂടെ പറയണം ഇതിൻ്റെ ഇടയ്ക്ക്. അതല്ലെങ്കിൽ ഈ ജോൺ അബ്രഹാമിന് ഷോട്ടിന് മുമ്പേ നാടൻ ചാരായം കുടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പയ്യനെ ഏർപ്പാടാക്കി. അപ്പോൾ കുട്ടനാട്ട് ഒരു പിന്നെ വള്ളക്കടവിലാണ് ഷൂട്ട്. ഒരു ഉയരം കൊണ്ട് തെങ്ങ് കണ്ടെത്തി അതിൻ്റെ മേളിൽ ഫാസിയെ കയറ്റി ഇരുത്തുന്നു. അപ്പോൾ ഫാസിക്ക് അന്ന് വൈകുന്നേരം വേറെ പടത്തിന് മദ്രാസിൽ പോകാനുള്ളതാണ്. അപ്പോൾ ക്യാമറാമാനൊക്കെ ഒന്നെല്ലാം ഫിക്സ് ചെയ്ത് പിന്നെ ലോ ആംഗിളിൽ ക്യാമറ ഫിക്സ് ചെയ്ത് അടൂർ മേളിൽ കയറി ഇരിക്കുകയാണ്. അപ്പം ഈ ചാരായം വയ്ക്കാൻ പയ്യനെ കാണുന്നില്ല. ജോൺ അബ്രഹാം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. നമുക്ക് ഷോട്ട് അവൻ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. പയ്യൻ വന്ന് പറഞ്ഞ് ഇപ്പം വരാമെന്ന് പറഞ്ഞു. ബാസി ചേട്ടാ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇയാൾ ചാരായം കഴിക്കാൻ ഉച്ചയായിട്ടും കാണുന്നില്ല. അവസാനം അടൂർ ബാസിക്ക് പോകണ്ട. അടൂർ ബാസി ആ ഏണി അസിസ്റ്റന്റ് പയ്യനെ വിളിച്ച് ഏണി ഒന്ന് താഴെ ഇറങ്ങി. പിന്നെ വേറൊരു ദിവസമാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിന് സംസ്ഥാന അവാർഡ് കിട്ടി. അങ്ങനെ ആർട്ട് സിനിമയിലും അദ്ദേഹം അഭിനയിച്ച് പേരെടുത്തു. ചെറിയാച്ചൻ എന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ കർത്താവേ, കോമഡി സിനിമകളിൽ അദ്ദേഹം ഒരുപാട് സ്ത്രീവേഷങ്ങളും ഇത്രയധികം സ്ത്രീവേഷം കെട്ടിയ ഒരു നടൻ എനിക്കൊന്ന് മലയാളത്തിൽ വേറെ കാണത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രൈണഭാവം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ബാസമ്മ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അമ്മയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്. ആദ്യത്തെ പ്രതിഫലം കൊണ്ട് അമ്മയുടെ കാഴ്ച വിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞൊരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോമഡി കഥകൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ആകാശവാണിയിൽ ജഗതി NK ആചാര്യം അദ്ദേഹം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ആകെ ഒരു കസേരയേ ഉള്ളൂ. ഈ ഒരു കസേര രണ്ടുപേരും വഴുതക്കാട് ജഗതി അടുത്തടുത്ത് ആദ്യം ഓടി വന്ന് ആദ്യത്തെ കസേരയിൽ കയറി അങ്ങിരിക്കും. അങ്ങനെ ഒരു ദിവസം ജഗതി NK ആചാരി
എന്ത് അടൂർ ബാസി വന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടി ജഗതി എൻ കെ ആചാര്യ കസേരയുടെ പുറകിൽ എഴുതി വെച്ച്. അപ്പൊ അടുത്ത ദിവസം വന്നപ്പോ അടൂർ ബാസി കയറിയിരിക്കുന്നു. ഡാ ഇതെന്റെ കസേരയല്ലേ? അത് ആര് പറഞ്ഞു നിങ്ങളുടെ കസേരയാണെന്ന്? നീ ബാക്കിലോട്ട് നോക്ക്, നിങ്ങൾ ബാക്കിലോട്ട് നോക്ക്. അപ്പൊ ജഗതി ആചാര്യ നോക്കുമ്പോ എന്തുവാ, ജഗതി എൻ കെ ആചാര്യൻ എഴുതിയതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇത് പണിതത് എന്ന് മേളി എഴുതി വെച്ചേക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ കോമഡി. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഈ അന്ന് ഏറ്റവും കൂടുതൽ നായന്മാർ വർക്ക് ചെയ്യുന്നൊരു കാലമാണെന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു എല്ലാവരും. അപ്പൊ അതേപോലെ ശരിയാ, നായന്മാരുള്ളതുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പം ഈ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര് സൈലൻസിന് ഓ നയർന്നിടും, അന്തരീക്ഷത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ശബ്ദം അവർ ഓ നായർ റേഡിയോ എന്നാണ് പറഞ്ഞ് കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അതേ കണക്ക് ഒരു ദിവസം ഭാസ്കരൻ മാസ്റ്ററിന്റെ ഒരു സെറ്റാണ് മദ്രാസ് ഇവിടെ. അപ്പൊ പാസി മിക്കവാറും ഒരുപാട് പടങ്ങൾ അഭിനയിക്കും. അദ്ദേഹം രാവിലെ ഒരു സെറ്റിൽ, ഉച്ചയ്ക്ക് ഒരു സെറ്റ്, രാത്രി, അങ്ങനെ പല പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും തെറ്റിച്ചാ വരുന്നത്. ഭാസ്കരൻ മാസ്റ്റർ ഭയങ്കര ദേഷ്യക്കാരനാണ്. അങ്ങനെ താമസിച്ചു വന്ന ബാസിയെ വഴക്ക് പറഞ്ഞു. അപ്പൊ ബാസി പറഞ്ഞ മറുപടി, എന്ത് പറയാനാ സാറേ, ഞാൻ പല ഫ്ലൈറ്റും ബുക്ക് ചെയ്തു, പക്ഷെ കിട്ടിയ നായന്മാരുടെ ഫ്ലൈറ്റ്. നായന്മാരുടെ ഫ്ലൈറ്റ്? അതെ, ഇന്ത്യൻ എയർലൈൻസിന്, അതായത് ഇന്ത്യ കഴിഞ്ഞിട്ട് നായർ ലൈൻസ് എന്നാക്കി. ആ കോമഡിയുടെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം അത് ചെയ്തത്. അങ്ങനെ അങ്ങനെ ആ കഥകൾ ഒരുപാടെണ്ണമുണ്ട്. അദ്ദേഹത്തിനൊക്കെ ജഗതി എൻ കെ ആചാരി ഒരു തിരുവനന്തപുരം സാഹിത്യ സമ്മേളനം നടക്കുന്നത്. അപ്പൊ അതിൽ ജഗതി വിളിച്ചിട്ടില്ല. അപ്പം പറഞ്ഞ് അടൂർ ബാസി, എന്തിനാ നിങ്ങൾ സാഹിത്യ നായന്മാരെ മാത്രമേ വിളിച്ചുള്ളൂ, സാഹിത്യ നായകരെ വിളിക്കണ്ടേ? അതെ, നിന്നെ പിന്നെ വിളിക്കാം. അതെന്ത്? അത് ഒരു കാര്യം പറയാം, അത് കെട്ടണം ഫൗണ്ടേഷൻ കഴിഞ്ഞ് തറ മട്ടം തീർന്നല്ലോ ഉള്ളു, ജനലയും കട്ടളയും വെക്കാൻ നേരം നിന്നെ വിളിക്കാം എന്ന് കോമഡി. പക്ഷേ അത് തമ്മിൽ അവരുടെ ആത്മാർത്ഥത കൊണ്ട് അവർ കളിയാക്കുവാണെങ്കിലും മനസ്സറിഞ്ഞ് രണ്ടുപേരും ബഹുമാനിക്കുന്നവരായിട്ടാണ് അത് വഴക്കില്ലാതെ ഒരു നർമ്മത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെ അങ്ങ് പോയത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കഥകൾ എല്ലാവരെയും പറ്റി, തകഴിയെ പറ്റി തന്നെ കഥകളുണ്ട്, ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഗന്ധർവ ക്ഷേത്രത്തിൽ തകഴി എഴുതിയ കഥയാണ്. അദ്ദേഹത്തിന് പ്രത്യേക ഇതാണ് ആ ഒരു നമ്പൂതിരി കഥാപാത്രം വളരെ വിദഗ്ധമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേണക്ക് തന്നെ ചുക്ക് എന്ന സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രമാണ്. ചുക്ക് സിനിമയിൽ വില്ലൻ കഥാപാത്രം എന്ന് വെച്ചാൽ അതിൽ മധു എന്ന കഥാപാത്രം ഒരു രംഗത്ത് വരുവാണ്. അപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ മുതലാളി അടൂർ ബാസി എക്സ്പോർട്ടിംഗ് ആണ്. ചുക്ക് ഈ പച്ച ഇഞ്ചി കൊണ്ട് കയറ്റി അയക്കുവാണ്. എൻ്റെ കണ്ണടയ്ക്കാൻ പറയും, നീ കയറ്റി അയച്ചോ, നീ ശ്രദ്ധിക്കണ്ട, നീ ഇത് കയറ്റി ഞാൻ തന്നെ കമ്മീഷൻ തരാമെന്ന് പറയുന്നത്. ഇത് ചതിയല്ലേ? ഒന്ന് അഴികാലും ഒന്ന് വളവാത്തോളെന്ന് പറഞ്ഞിട്ടാണ് വിശ്വസ്തനായ മുതലാളി അടൂർ ബാസിയുടെ പ്രേരണയിൽ പറ്റിച്ച് മധു കയറുവാണ്. ആ മധു കയറി അടുത്ത തലമുറ ആ മക്കൾക്ക് കൂട്ടിരുന്നിട്ട് മധുവിനെ പിന്താക്കുന്ന കഥാപാത്രമായിട്ട് അടൂർ ബാസി വരുന്നത്. അത്രയും ഒരു വില്ലൻ കഥാപാത്രം വേറെ ആരും ചെയ്തിട്ടില്ല. അതും അദ്ദേഹം വിജയിപ്പിച്ചു. പഴയ കാറിലിരുന്നാലേ വല്ലാത്ത ക്ഷീണം. ആ പുതിയ എസ്റ്റേറ്റ് വാങ്ങിച്ചതിന് ശേഷം എന്ന് യാത്രയാണ്. അപ്പച്ചനെ വേണ്ടപ്പെട്ടവരായിട്ട് ദൂരെ നേരം വരാനില്ലല്ലോ. ആരും തന്നെ ഇല്ല മുതലാളി. എന്നാ ഉടനെ പള്ളിയിൽ പോയി വിവരം അറിയിക്കണം. വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോണം. സന്ധ്യക്ക് മുമ്പായിട്ട് ശകാടപ്പ് നടന്നോട്ടെ. ആവശ്യമുള്ള കാശ് ആഫീസിൽ നിന്ന് വാങ്ങിച്ചു. ഞാൻ പള്ളി വന്നേക്കാം, നമുക്ക് പോവാം. ചാക്കോയ്ക്ക് എന്നെ ശരിക്കും അറിഞ്ഞുകൂടാത്തോണ്ടാണ് എന്നെ ചാക്കുകൾ ഏൽപ്പിച്ചത്. ഞാൻ പത്രോസ് വർക്കി മുതലാളിയുടെ ചീഫ് പ്രധാന ഏജന്റാണ്. മുതലാളി ഇവിടെ നിന്നാൽ പോലും എന്നെ ചാക്കുകൾ ഏൽപ്പിക്കാറില്ല. അങ്ങനെ ആ വില്ലനായും നായകനായും കോമഡി കഥാപാത്രം എല്ലാം തിളങ്ങി അടൂർ ബാസി മലയാളത്തിലെ ഒരു വിസ്മയം എന്നേ പറയത്തുള്ളൂ. അടുത്ത അധ്യായത്തിൽ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം.